ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഓട്ടം പോവാണ്. നമ്മൾ മൗണ്ടെയിനിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത്. അത് പുള്ളി വിളിച്ചില്ല നമ്മളെ. നമ്മൾ മൗണ്ടെയിനിലോട്ടാണ് ഗൈസ് ഇന്ന് ഓട്ടം പോകുന്നത്. ഇപ്പോൾ ഒരു ട്രക്കും കൊണ്ടാണ് ഗൈസ് ഓട്ടം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, മൗണ്ടെയിനിലോട്ട്. നമ്മുടെ സിറ്റിയാന്ന് തോന്നുന്നു ഗൈസ്. ഇത് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ പോകുന്നത്. എന്താ പറയുക ഗൈസ്, കയറിയത് മാറിപ്പോയി. ട്രെയിൻ സീറ്റിൽ കയറേണ്ടതിന് പകരം അപ്പുറത്തെ സീറ്റിൽ പോയി. ആരും ഓടിക്കാൻ? ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഓടിക്കാൻ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് മൗണ്ടെയിൻ പോവുകയാണ്. മൗണ്ടെയിനിൽ നിന്നാണ് നമ്മൾ വണ്ടിയെടുത്ത് നമ്മൾ ലോഡ് കയറ്റി മൗണ്ടെയിനിൽ നിന്ന് എനിക്ക് തോന്നുന്നു സിറ്റിയിലോട്ടാണെന്ന് തോന്നുന്നു ഗൈസ് പോകുന്നത്. സിറ്റിയാണോ ഡെസേർട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല ഗൈസ്. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ഓട്ടത്തിൻ്റെ കാര്യം പോലെ ഇരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി നേരെ അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. എന്താ പറയുക ഗൈസ്, ഇപ്പോൾ നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. ദയവായി വീഡിയോ കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് വെക്കുക. ഗൈസ്, നമുക്ക് ഇവിടുന്ന് പയ്യെ വണ്ടി എടുത്ത് പോകാം. നൈസിൽ അങ്ങ് പോകാം. വണ്ടി നൈസാണ് ഗൈസ്. ഈ വണ്ടി സിറ്റി അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, അപ്പോൾ നമ്മൾ മൗണ്ടെയിനിൽ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. വണ്ടി നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടേക്കുവാണ്. അവർ മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുക്കാം ഗൈസ്. ഇതാണ് വണ്ടി. വേണ്ട ഗൈസ്, നീല കളറിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇവരുടെ വണ്ടിയാണ്. എന്തോ പരമശിവം എന്നൊക്കെ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോയി കയറാം ഗൈസ്. വണ്ടി ലോഡ് കയറ്റാം. ലോഡ് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയി ലോഡ് കയറ്റണം ആദ്യം. ഡോറ് തുറന്ന് കയറാം ഗൈസ്. ഗൈസ്, നല്ല പൊക്കമാണ് ഗൈസ് വണ്ടിക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിൽ പോയി ലോഡ് കയറ്റണം. ലോഡ് കയറ്റിയിട്ടാണ് നമ്മൾ ബാക്കി ട്രിപ്പ് വരുന്നത് ഗൈസ്. അപ്പോൾ ലോഡ് കയറ്റാൻ പോകാം കേട്ടോ. വണ്ടി പയ്യെ തിരിച്ച് നേരെ അകത്ത് കയറ്റാം കേട്ടോ. അകത്തുനിന്ന് വണ്ടി ഇറക്കാനായിരിക്കും ചിലപ്പോൾ പാട്. നോക്കാം. ഇല്ല ഗൈസ്, തട്ടിയില്ല. നമുക്ക് നേരെ ബാക്ക് എടുത്ത് ലോഡ് കയറ്റാൻ. എന്താണേലും ഗൈസ്, വണ്ടിയെക്കാട്ടിലും പൊക്കത്തിലാണ് ഇത് നിൽക്കുന്നത് ലോഡ് ഗൈസ്. ഇപ്പം പിക്കായിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം ഇനി. പതുക്കെ പോകാം ഗൈസ്, അതാണ് നല്ലത്. ഇതുകൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റില്ല, വീശാനും പറ്റില്ല. വീശി കഴിഞ്ഞാൽ ഈ സാധനം എല്ലാം പുറകോട്ടിങ്ങനെ ഇരിക്കും ഗൈസ്. ഇപ്പോൾ വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ പോവാണ്. നമുക്ക് എവിടെയോട്ടാട്ടോ പോകേണ്ടത്? ഡെസേർട്ട്. അപ്പം പയ്യെ ഇറക്കാം ഗൈസ്. ഇതിൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. ആ ട്രക്കാന്ന് തോന്നുന്നു വണ്ടി ഓടിക്കാൻ എളുപ്പം. ഈ ട്രക്ക് അങ്ങോട്ട് ഞാൻ ആ ട്രക്ക് ഓടിച്ച് ശീലിച്ചതുകൊണ്ട് ഈ ട്രക്കിലോട്ട് മാറിയപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഗൈസ്. ഇപ്പം ഒരു ഗൈസ്, നമുക്ക് പോകേണ്ട വഴി അപ്പുറത്തായിരുന്നു. നമുക്ക് പിന്നെ മൗണ്ടെയിൻ്റെ വഴിയെല്ലാം CPM കളിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മാപ്പിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാപ്പിടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവഴി അങ്ങ് പോവുകയാണ് ഗൈസ്. ഇപ്പം മറ്റേ വണ്ടി ആയിരുന്നേ ഗൈസ് ഇതിൽ സിമ്പിളായിട്ട് തിരിഞ്ഞേനെ. ഞാൻ ഇന്നാൾ ചുമ്മാ കാർഗോ ഒക്കെ കൊണ്ടുപോകുമ്പം കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഈ വണ്ടിയും കൊണ്ട് എന്താണെന്നറിയത്തില്ല ഗൈസ്, ഭയങ്കര പാടാണ്. അപ്പം കുറച്ചൊക്കെ തട്ടി ഗൈസ് വണ്ടി. നമുക്കിനി ഇതെടുത്തുകൊണ്ട് പോവാം. എന്തായാലും അവിടെ ചെല്ലണമല്ലോ. പയ്യെ പോവാം ഗൈസ് വണ്ടിയും കൊണ്ട്. മെയിൻ റോഡ് ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ വഴി ആയതുകൊണ്ടാണ് ഗൈസ് ഒരു പാട്. അല്ലേ ഗൈസ്, ഇതാണ് വണ്ടി ആകം ഗൈസ്. ഇങ്ങനെ ഇട്ട് പോകാം. ഇതാ കേട്ടോ സേഫ് എന്നല്ല, അടിപൊളി ഇതാണ്. നമുക്ക് വണ്ടിയും കൊണ്ട് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യാം. ഇനി ഇവിടുന്ന് വലത്തോട്ട് പോകണം കേട്ടോ ഗൈസ്. വലത്തോട്ട് തിരിയുമോ എന്നറിയത്തില്ല, നോക്കാം. ഫ്രണ്ട് മിക്കവാറും പൊങ്ങി നിൽക്കുമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അടി തട്ടും. എന്തേലും ഒന്ന് പ്രശ്നം പറ്റും, അത് ഉറപ്പ് ഗൈസ്. അപ്പോൾ പയ്യെ നമ്മൾ സേഫായിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മറ്റേ സൈഡ് മിറർ കാണുന്നില്ല, അതാണ് ഒരു വിഷയം.
ആ സൈഡിൽ കൂടെ മിറർ ഇവിടെ സൈഡിൽ കൊടുക്കുക തന്നെ ഒരു രസമുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ അകമെന്ന് പറയാൻ അകം വിഷയമാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് അകം. വണ്ടിയിൽ അത്യാവശ്യം സ്വിച്ചും നല്ല ഇൻറ്റീരിയറൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നെ എന്തോ എനിക്ക് മറ്റേ വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനോടൊരു ക്രേസുണ്ട് ഇപ്പോഴും എനിക്ക്. അപ്പം വണ്ടി അവിടെ ബാക്ക് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. ഞാനിപ്പോഴും മറ്റേ സാധാ വണ്ടിയും കൊണ്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. അപ്പം സീനില്ല, നമുക്ക് പയ്യെ പോവാം. ഇനി ഇവിടുന്ന് വലത്തും വലിയ സീനൊന്നുമില്ല. തട്ടിയിട്ടൊന്നും തട്ടിയെന്ന് തോന്നുന്നു. അതിപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യണില്ല, നമ്മൾ പോവാണ് നൈസിൽ. ഒത്തിരി സ്പീഡൊന്നും വേണ്ട ഒത്തിരി സ്പീഡ് എടുത്ത് ശരിയാവില്ല, തെറിച്ച് പോകുന്നതാണ്. കണ്ടോ വണ്ടി ഫ്രണ്ട് പൊങ്ങി നിൽക്കുമായിരുന്നു ഇത്ര നേരം. അതാണ് വിഷയം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഈ വണ്ടിയാണോ മറ്റേ ട്രക്കാണോ ഇഷ്ടം എന്ന്. ഇപ്പം നമ്മളെടുത്ത വണ്ടി അല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല ഗൈസ്. ഇപ്പോൾ അവരുടെ വണ്ടിയല്ലേ, ഇപ്പം നമ്മൾ ലാഗടിക്കുന്നു. ഓ ഗൈസ്, എന്താണ് പ്രശ്നം? ശരി ഗൈസ്. അപ്പോൾ മാപ്പ് ലോഡാവുന്ന ഒരു ചെറിയ വിഷയമായിരുന്നു. അത് കുഴപ്പമില്ല, മാറിയിട്ടുണ്ട്. നമുക്കിനി പയ്യെ അങ്ങോട്ട് പോവാം. അടുത്താണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒരു ടോളുണ്ട്, നമ്മൾ ടോൾ കൊടുത്ത് തന്നെ പോവാം. അല്ലാണ്ട് ഇല്ലീഗലായിട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ടോൾ കൊടുത്ത് തന്നെ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ടോള് കൊടുക്കാം, പയ്യെ കയറി പോകാമെന്നുണ്ട്. എത്രയാണ് ടോൾ? 75 എങ്ങാണ്ടാണ് ഗൈസ്. 75ആണ് ഗൈസ്. നമ്മൾ ടോള് കൊടുത്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലായിടത്തും ടോളിന് എത്രയാകും ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം വണ്ടിയും കൊണ്ടങ്ങ് പോവാം പയ്യെ. ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല ഗൈസ്, വീശിക്കഴിഞ്ഞാൽ വണ്ടി മറിയും. ഇതാണ് വിഷയം. ബാക്കിൽ നല്ല രീതിയിൽ ലോഡുള്ളത് കൊണ്ട് വിഷയമാണ്. അപ്പോൾ ഒരു മയത്തിൽ നമ്മളങ്ങ് പോവാണ്. എന്താ പറയുക, 6ാമത്തെ ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ റൂട്ട് ടു 100 സബ്ബാണ്. എല്ലാവരും മാക്സിമം സബ് ചെയ്യുക, എല്ലാം ചെയ്യണം ഗൈസ്. അപ്പോൾ ഗീവ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ BMൻ്റെ ഒരു വണ്ടിയാണ് കണ്ടോ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ത്രോട്ട് കൊടുത്തതിൻ്റെയാണ് ഞാനിപ്പോൾ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ പയ്യെ പോവാം നമുക്ക്. ഇപ്പം ലോഡ് ഇറക്കേണ്ട സ്ഥലം അടുത്തായിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, വണ്ടി കിടന്ന് ഒലയുന്നത് കണ്ടില്ലേ. ഇത് മറ്റേ വണ്ടിയാണെങ്കിൽ ഒലയത്തില്ല ഗൈസ്, എന്താ കാരണം എന്ന് എനിക്കറിയില്ല. വണ്ടി മറ്റേതാണ്, ഇങ്ങനെ ഒലയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ലോഡ് കൊണ്ട് ഇറക്കാം, സ്ഥലം അടുത്താണ്. അതുകൊണ്ട് അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, അവിടെ ഇറക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കറക്റ്റ് അതിനകത്ത് തന്നെ കൊണ്ട് ഇറക്കണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്ടോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കേട്ടോ. ഇനി ഓട്ടോ ഒന്നും വന്നിട്ടില്ല, എന്താ പറയുക. സോ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വേറെ ഓട്ടം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണണം. കണ്ടില്ലേ, പരമശിവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വണ്ടിയിൽ. വണ്ടി അടിപൊളിയാണ് ഗൈസ്. വണ്ടി ഫ്രണ്ട് പക്ഷെ നോക്കുവാണേലും ഇൻറ്റീരിയർ നോക്കുവാണേലും വണ്ടി അടിപൊളിയാണ്. പക്ഷേ ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. എനിക്ക് പേഴ്സണലി ഈ വണ്ടി ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പറയാം കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. എനിക്കെന്തായാലും മറ്റേ വണ്ടിയാണ് കുറച്ചുകൂടി ഒരു ഇഷ്ടം. അത് ഓടിച്ച് അതങ്ങ് ശീലമായി ഗൈസ്. അപ്പോൾ ഈ വണ്ടി ഞാനങ്ങനെ ഓടിക്കാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം നമ്മൾ ഈ വീഡിയോ. ഇനി ഓട്ടോ ഒന്നുമില്ല ഗൈസ്, നേരെ വണ്ടി അവിടെ കൊണ്ടുവരണം, നമ്മൾ പിക്ക് ചെയ്തെടുത്തൊന്നു. വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞില്ല ഗൈസ്, ഗീവ് അവേ 100 സബ് ആകുമ്പോൾ ഉടനെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ സപ്പോർട്ടാക്കണം, സബ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ
വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ്. ബൈ ഗൈസ്. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പറഞ്ഞ് ലാഗടിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.